ഒരാളെ വിമർശിക്കാനായിട്ട് ഏതൊരു വ്യക്തിക്കും വളരെ സിമ്പിളായിട്ട് കഴിയും എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു വ്യക്തിയെ അതല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഉള്ളത്. നമ്മുടെ ഒരു അഭിപ്രായം കൊണ്ട് അതല്ലെങ്കിൽ നമ്മുടെ ഒരു വിമർശനം കൊണ്ട് ഒരുപക്ഷേ നഷ്ടമാകുന്നത് ഒരു വ്യക്തിയുടെ ആയുസ്സ് തന്നെയായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകൾ അതല്ലെങ്കിൽ നമ്മളൊരു വ്യക്തിയെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു വിലയിരുത്തൽ അതല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ കണ്ട് നമ്മൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്ന ഒരു ഗോസിപ്പൊക്കെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നത് ഒരു പക്ഷേ വളരെ വലിയൊരു മാനസിക പിരിമുറുക്കത്തിലേക്കും അതല്ലെങ്കിൽ ആത്മഹത്യകളിലേക്ക് വരെ കൊണ്ട് എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ അത്തരത്തിൽ റിയലായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണെന്ന് നമ്മുടെ ലിമിറ്റ്ലെസ് ലിവിങ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഫോട്ടോഗ്രാഫി എന്ന് നമുക്ക് ഓർമ്മ വരുമ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നത് ഈ ഒരു കെവിൻ കാർട്ടറുടെ ഈ ഒരു പിക്ചറായിരിക്കാം ഒരുപക്ഷെ. സുഡാനിലെ പട്ടിണി കിടന്ന് മരിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ ആ പെൺകുട്ടി മരിച്ച് കഴിഞ്ഞ് ഭക്ഷിക്കാനായിട്ട് അടുത്തേക്ക് വരുന്നൊരു കഴുകനുമാണ് ഈ ഒരു ചിത്രത്തിലുള്ളത്. ഈ ഒരു ചിത്രം പകർത്തിയിട്ടുള്ളത് കെവിൻ കാർട്ടർ എന്നുള്ളൊരു ഫോട്ടോഗ്രാഫറാണ്. ഈ ഒരു ചിത്രം അദ്ദേഹം എടുത്ത് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പുലിസ്റ്റർ, അതായത് ഫോട്ടോഗ്രാഫിയുടെ അതല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി മേഖലയിലെ ഏറ്റവും വലിയൊരു പുരസ്കാരമായിട്ടുള്ള പുലിസ്റ്റർ പുരസ്കാരമൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. പക്ഷേ ആ ഒരു പുരസ്കാര വേളയിലും അതല്ലെങ്കിൽ അത് കഴിഞ്ഞ് അദ്ദേഹത്തിനെ ആത്മഹത്യയിലേക്ക് കൊണ്ട് ചെന്ന് എത്തിച്ച ഒരു ഗോസിപ്പിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. നമ്മളൊരു വ്യക്തിയെ വിമർശിക്കുമ്പോൾ അതല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോഗ്രാഫി എടുത്തതിന് ശേഷം അദ്ദേഹത്തിന് ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്. എന്തുകൊണ്ട് ആ ഒരു കുട്ടിയെ രക്ഷിച്ചില്ല, അതല്ലെങ്കിൽ ആ ഒരു കുട്ടിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു വളരെ വിപുലമായിട്ടുള്ളൊരു ആക്ഷേപം അവിടെ വരുന്നതിൻ്റെ പുറകിലാണ് അദ്ദേഹം പിന്നീട് തൻ്റെ വാഹനത്തിൽ വിഷപ്പുക ശ്വസിച്ച് ആത്മഹത്യയിലേക്ക് ശ്രമിച്ചത് വിജയിക്കുന്നത് അതുകൊണ്ടാണ്. പല ആളുകളും കാലം തെളിയിക്കുന്നതിന് മുൻപ് തന്നെ കാലഹരണപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ഈ ഒരു ഫോട്ടോ പല കാര്യങ്ങൾ വിവിധങ്ങളായിട്ടുള്ള പല ആംഗിളുകൾ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. ഒരു വ്യക്തി ഒരു പ്രൊഫഷൻ എന്നതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യനാകേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെയാണ് പലപ്പോഴും പല വ്യക്തികളും ചൂണ്ടിക്കാണിക്കാറുള്ളതും പല വിമർശനങ്ങളും പറയാറുള്ളതും അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മളൊരു വ്യക്തിയെ പിന്നീട് മനസ്സിലാക്കുമ്പോൾ ആ ഒരു ഫോട്ടോ കൊണ്ടാണ് നമ്മുടെ സുഡാനിലേക്ക് ഒരുപാട് ഭക്ഷണ സാധനങ്ങളും അതല്ലെങ്കിൽ അവരുടെ ഒരു വിശപ്പിനെ അകറ്റാനുള്ള പല വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഈ ഒരു ഫോട്ടോഗ്രാഫിയുടെ പിന്നിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടൊരു വസ്തുത. അതുപോലെ തന്നെ പിന്നീട് വരുന്ന റിപ്പോർട്ടുകളിൽ പലപ്പോഴും പറയപ്പെടുന്നത് ആ ഒരു കുട്ടിയെ അവിടെ നിന്ന് രക്ഷിക്കാനുള്ള ഒരു ശ്രമം കെവിൻ കാർട്ടറുടെ ഭാഗത്തു നിന്നുണ്ട് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കഴുകനെ ഓടി പായിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു സ്ഥലം വിട്ടു പോയത് എന്നുള്ളൊരു പരാമർശങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടൊരു കാര്യം, ഒരു വ്യക്തിയെ നമ്മൾ ഏകപക്ഷീയമായിട്ട് വിമർശിക്കുമ്പോൾ ഒരു പക്ഷേ നഷ്ടമാകുന്നത് ആ ഒരു വ്യക്തിയുടെ ആയുസ് തന്നെയായിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല വിധത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റായി എടുക്കുന്ന ഒരു വിമർശനം ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു വിമർശനം കൊണ്ട് അതല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വാക്കുകൊണ്ടൊക്കെ ഇല്ലാതാവുന്നത് ഒരു മനുഷ്യനെ തന്നെയായിരിക്കും. അതായത് കാലം തെളിയിക്കുന്നതിന് മുമ്പ് പെട്ടുപോയിട്ടുള്ള ഒരുപാട് വ്യക്തികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളെ വിമർശിക്കുന്നതിന് മുൻപ് ആ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കാൻ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാഹചര്യം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വ്യക്തികളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്താനായിട്ട് നമ്മുടെ വാക്കുകൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു വാക്കുകൊണ്ടോ അതല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടോ ഒക്കെ ജീവിതം നഷ്ടപ്പെടാനായിട്ട് അതല്ലെങ്കിൽ ഈ ഒരു ലോകത്ത് നിന്ന് ഒരാളെ പിന്തിരിച്ച് അയക്കാനായിട്ട് നമ്മൾ ഒരിക്കലും ഭാഗവാക്കാകാൻ നിൽക്കരുത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഒരു സംസാരം കൊണ്ട് മറ്റുള്ളവരെ ഉയർത്താനും അതുപോലെ തന്നെ അവരെ എംപവർ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.